ആരുടെയും തല പുകയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ക്രിസ്റ്റഫർ നോളൻ. അതിനുവേണ്ടി 10 കൊല്ലം എടുത്തിട്ടാണ് ഇൻസെപ്ഷന്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതിയെടുത്തത്. 2010 ഇത് ഇറങ്ങിയപ്പോൾ എല്ലാവരും കിളി പോയിട്ടായിരിക്കും പടം കണ്ടിറങ്ങിയിട്ടുണ്ടാവുക. അത്രയും ഓളം ഉണ്ടാക്കിയൊരു പടമായിരുന്നു ഇൻസെപ്ഷൻ. അതുപോലെ കൂളായി 4 ഓസ്കാറും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴും വൺ ഓഫ് ദ ബെസ്റ്റ് സൈഫൈ മൂവി ആയിട്ടാണ് ഈ പടത്തെ എല്ലാവരും കാണുന്നത്. ഇത് ജസ്റ്റ് നോർമൽ ഡ്രീംസിനെ പറ്റിയുള്ള ഒരു മൂവിയല്ല, മറിച്ച് ഡ്രീം ഷെയറിംഗ് ടെക്നോളജി, മൾട്ടിപ്പിൾ ഡ്രീം ലെയേഴ്സ്, ഡ്രീം വിത്തിൻ എ ഡ്രീം, ഇങ്ങനെയുള്ള കോംപ്ലക്സ് ടോപ്പിക്സ് ഒക്കെ വളരെ നാച്ചുറൽ ആയിട്ടാണ് നോളൻ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇന്നും ഡിബേറ്റബിളായി കിടക്കുന്നത് ഈ പടത്തിൻ്റെ എൻഡിങ് ആണ്. കാരണം എല്ലാവരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് നോളൻ ഈ പടം അവസാനിപ്പിച്ചത്. ആദ്യമായി പടം കാണുന്ന സമയത്ത് നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ സമയത്ത് പല ഡ്രീം ലെയേഴ്സ് കാണിച്ചിട്ടാണ് പടം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ചോദ്യങ്ങളും നമ്മളെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. കഥ പറയുന്നതിന് മുന്നേ നിങ്ങൾ എക്സ്ട്രാക്ഷൻ എന്താണെന്നും ഇൻസെപ്ഷൻ എന്താണെന്നും മനസ്സിലാക്കണം. എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ഡ്രീമിൽ കയറി അയാളുടെ ഡീപ്പസ്റ്റ് സീക്രറ്റ്സ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ചോർത്തുന്നതിനാണ് ഇവിടെ എക്സ്ട്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇൻസെപ്ഷൻ എന്ന് വെച്ചാൽ എക്സ്ട്രാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഒരാളുടെ ഡ്രീമിൽ കയറി ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കൊണ്ട് പ്ലാൻ ചെയ്യുന്നതിനാണ് ഇൻസെപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിൽ അവർക്ക് തന്നെ തോന്നിയൊരു ഐഡിയ ആണെന്നാണ് അവർ വിചാരിക്കുക. ഇതാണ് ഇൻസെപ്ഷനും എക്സ്ട്രാക്ഷനും. അപ്പോൾ ഡോം കോബ് എന്നാണ് നമ്മുടെ നായകൻ്റെ പേര്. കോബ് ഒരു എക്സ്ട്രാക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് മറ്റുള്ളവരുടെ ഡ്രീമിൽ കയറി അവരുടെ സീക്രറ്റ്സ് ചോർത്തുന്ന ആളാണ്. സോ ഒരു പ്രൊഫഷണൽ കള്ളനായിട്ടാണ് കോബിനെ ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ പ്ലാൻ ചെയ്ത് നടത്താൻ അവനൊരു ടീമുമുണ്ട്. അതിലൊരു മെയിൻ ക്യാരക്ടറും കോബിൻ്റെ വിശ്വസ്തനുമായി കാണിക്കുന്ന ആളാണ് ഏർദർ. അവനാണ് എക്സ്ട്രാക്ഷൻ്റെ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും അതേപോലെ സബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കെല്ലാം ചെയ്യുന്നത്. പിന്നെ അവരുടെ ഡ്രീം വേൾഡ് എല്ലാം ഡിസൈൻ ചെയ്യാനുള്ള ആർക്കിടെക്റ്റാണ് അരിയാട്നെ എന്ന് പറയുന്ന പെൺകുട്ടി. അതുപോലെ ഈംസ് എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. അവന് ഡ്രീമിൽ മറ്റുള്ളവരുടെ രൂപം ഇംപേഴ്സണേറ്റ് ചെയ്യുന്ന ഒരു ഫോർജറായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അവർക്ക് എക്സ്ട്രാക്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെഡേഷൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കെമിസ്റ്റാണ് യൂസഫ് എന്ന ക്യാരക്ടർ. ഈ ഒരു സെഡേഷൻ കുത്തിവെച്ച് ഒരു മെഷീനിൽ കണക്ട് ചെയ്തിട്ടാണ് ഇവർ ഡ്രീമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആക്ച്വലി ഈ ഡ്രീം ഷെയറിംഗ് ടെക്നോളജി ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് മിലിറ്ററിയിലെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് സോൾജേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാനും കുത്താനും കൊല്ലാനും ഒക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഈ പടത്തിൽ കോബും അവൻ്റെ വൈഫ് മോളും ചേർന്ന് ഈ ടെക്നോളജി വളരെ ഡീപ്പറായി കൊണ്ടുപോകുന്നതായി പറയുന്നുണ്ട്. കൂടുതൽ ഡീപ്പറായി പോയതിൽ പല കോൺസിക്വൻസസ് നേരിടുകയും അത് മോളിൻ്റെ മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് കോബിൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട്. അവൾ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആക്ച്വലി സ്റ്റക്കാണ്. ഇതുകൊണ്ട് തന്നെ കോബ് എക്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്തെല്ലാം കോബിൻ്റെ സബ് കോൺഷ്യസിലെ പ്രൊജക്ഷനായ മോൾ അവരുടെ പ്ലാൻ എല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കും. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡ്രീം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഡ്രീമിൽ നമ്മൾ പല ആൾക്കാരെയും പല ഒബ്ജക്ട്സും വെച്ച് ഫിൽ ചെയ്യാറില്ലേ? അതുപോലെ ഇവിടെ ഡ്രീമേഴ്സിൻ്റെ സബ് കോൺഷ്യസ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പ്രൊജക്ഷൻസ്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും ഒരു ത്രെട്ടായി ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊജക്ഷൻസ് റിയാക്റ്റും ചെയ്യും. അതുകൊണ്ടാണ് മോളിൻ്റെ പ്രൊജക്ഷൻ വന്ന് എപ്പോഴും എൻഗേജ് ചെയ്യുന്നത്. ഇതുപോലെ മറ്റ് പല ഇമ്പോർട്ടൻറ്റ് ടേംസുകളും നിങ്ങൾ അറിഞ്ഞിരുന്നാലേ ഈ പടം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവുകയുള്ളൂ. സോ ഞാൻ പറഞ്ഞു, ഡ്രീം ഷെയറിങ് ചെയ്യുന്നത് നമ്മളൊരു സെഡേഷൻ എടുത്തിട്ട് മെഷീനിൽ കണക്ട് ചെയ്തിട്ടാണെന്ന്. അപ്പോൾ ഡ്രീമിൽ കയറി നമ്മൾ തിരിച്ച് റിയാലിറ്റിയിലേക്ക് വരണ്ടേ? അതിന് കുറച്ച് മെത്തേഡ്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. നോർമലി എക്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് അവർ ടൈം സെറ്റ് ചെയ്തത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡ്രീമിൻ്റെ ഉള്ളിൽ നമ്മൾ മരിക്കുകയോ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ റിയാലിറ്റിയിലേക്ക് തിരിച്ചെത്താം. ഇനി ഇതിൽ ഇൻസെപ്ഷൻ ചെയ്യാൻ ഇവർ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള സെഡേഷനാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ മെത്തേഡ് ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. അതിനുവേണ്ടി അവർ കിക്ക് എന്നൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വീഴാൻ പോണ പോലെയായി നമ്മൾ ഞെട്ടി എണീക്കാറില്ലേ? ആ സെയിം കോൺസെപ്റ്റാണ് കിക്ക് എന്ന് പറയുന്നത്. സോ അത് യൂസ് ചെയ്തിട്ട് അവർക്ക് റിയാലിറ്റിയിലേക്ക് മടങ്ങാൻ പറ്റും. പിന്നെ ഡ്രീമിൽ ടൈം ഡൈലേഷൻ വരുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഡ്രീമിൽ ടൈം റിയാലിറ്റിയെക്കാളും സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 5 മിനിറ്റ് ഡ്രീമിൽ 1 അവർ പോലെ തോന്നാം. ആൻഡ് അത് ഡ്രീമിൻ്റെ ഓരോ ലെയറിലേക്ക് പോകുന്നതിനനുസരിച്ച് കൂടുതൽ സ്ലോവർ ആവുകയും ചെയ്യും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ടോട്ടം. അതൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റിയാലിറ്റി ചെക്കിംഗ് ടൂൾ ആയിട്ടാണ് പറയുന്നത്. അതായത് ഓരോരുത്തർക്കും യുണീക്കായിട്ട് അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ നേച്ചർ അവർക്ക് മാത്രം അറിയുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഇതവർ നിലവിൽ റിയാലിറ്റിയിലാണോ ഡ്രീമിലാണോ എന്ന് ഉറപ്പുവരുത്താൻ യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ്. കോബിൻ്റെ ടോട്ടം ഇവിടെ ഒരു സ്പിന്നിങ് ടോപ്പായിട്ടാണ് കാണിക്കുന്നത്. അത് നോർമലി വർക്ക് ചെയ്യുന്നത് പോലെ കറങ്ങി വീഴുകയാണെങ്കിൽ അവർ റിയാലിറ്റിയിലാണ്. മറിച്ച് ആ ഒരു പമ്പരം നിർത്താതെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവൻ ഇപ്പോഴും ഡ്രീമിലാണെന്നാണ് അർത്ഥം. പിന്നെ ഉള്ളതാണ് ലിംബോ. അതൊരു ഡീപ്പസ്റ്റ് ലെയർ അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ഡ്രീം ലെയറായി കണക്കാക്കാം. റോ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഓർ എൻഡ്ലെസ് സ്പേസ് ആണത്.
അവിടെ ഒന്നും തന്നെ ഡിസൈൻഡ് അല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഡ്രീമിൽ നിന്ന് തിരിച്ച് റിയാലിറ്റിയിലേക്ക് വരാൻ പറ്റാതെ ആയാൽ നമ്മൾ നേരെ ലിംബോയിലായിരിക്കും എത്തുക. അവിടെ നമ്മൾ ശരിക്കും റിയാലിറ്റിയിലാണോ അതോ ഡ്രീമിലാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കോബും മാലും അങ്ങനെ 50 വർഷത്തോളം ലിംബോയിലുണ്ടായിരുന്നു. പിന്നീട് മാൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ടോട്ടം കിട്ടിയപ്പോഴാണ് ഇത് ഡ്രീമാണ്, റിയാലിറ്റി അല്ല എന്ന് അവൻക്ക് മനസ്സിലായത്. അതിനുശേഷം മാലിനെ തിരിച്ച് റിയാലിറ്റിയിലേക്ക് പോകാനായി അവൻ കൺവിൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മാലിന് ലിംബോ ആയിരുന്നു റിയാലിറ്റി. എന്ത് പറഞ്ഞിട്ടും അവൾ കൺവിൻസ്ഡ് ആവുന്നില്ലായിരുന്നു. അങ്ങനെയാണ് കോബിന് മാലിൻ്റെ മൈൻഡിൽ ഇൻസെപ്ഷൻ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇത് റിയാലിറ്റി അല്ല, റിയാലിറ്റി എത്തണമെങ്കിൽ ഉള്ള ഒരേ ഒരു വഴി ഡെത്ത് ആണെന്ന ഐഡിയ അവൻ മാലിൻ്റെ മൈൻഡിൽ പ്ലാൻ ചെയ്യുന്നു. കോബ് ആദ്യമായി ഇൻസെപ്ഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ അവർ തിരിച്ച് റിയാലിറ്റിയിൽ എത്തിയിട്ടും ഈ പ്ലാൻ ചെയ്ത ഐഡിയ അവളുടെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല. അവൾ എപ്പോഴും വിശ്വസിച്ചത് ഇത് റിയാലിറ്റി അല്ല, മരിക്കണം എന്നായിരുന്നു. ഇപ്പോൾ മാൽ തിരിച്ച് കോബിനെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ കോബ് എത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മാൽ അങ്ങനെ അവരുടെ ആനിവേഴ്സറി ഡേയിൽ അവനെ തിരിച്ച് ലിംബോയിൽ കൊണ്ടുപോകാൻ പ്ലാൻ ഇടുന്നു. അതിനുവേണ്ടി അവരുടെ വക്കീലിന് അവളൊരു ലെറ്റർ കൂടി അയക്കുന്നുണ്ട്. കോബ് അവളെ ഉപദ്രവിക്കുന്നുണ്ട്, അവൾ അവിടെ സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞു. മാൽ കോബിനെ കൂട്ടി അവർ ആനിവേഴ്സറി ആഘോഷിക്കാൻ വന്ന ഹോട്ടൽ ബിൽഡിങ്ങിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്യാൻ നിർബന്ധിക്കുന്നു. പക്ഷേ കോബ് അതിന് തയ്യാറാവുന്നില്ല. എന്നാൽ മാൽ ആണെങ്കിൽ അവിടെ നിന്ന് ചാടുകയും അവൾ റിയാലിറ്റിയിൽ മരിക്കുകയും ചെയ്യുന്നു. മാലിന്റെ മരണശേഷം അവൾ കൊടുത്ത കേസ് കാരണം കോബിന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ കോബ് അവന്റെ കുട്ടികളെ വിട്ട് നാടുവിടുകയാണ്. പിന്നീട് അവൻ ഓരോ എക്സ്ട്രാക്ഷൻ അസൈൻമെന്റ്സ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ സൈറ്റോ എന്ന ബിസിനസ് മാനെ പരിചയപ്പെടുന്നു. അയാൾ അവനൊരു ന്യൂ അസൈൻമെന്റ് കൊടുക്കുകയാണ്. അതാണെങ്കിൽ ഇൻസെപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കോബ് അയാളോട് അത് വളരെ ഡിഫിക്കൽട്ടാണ്, ഇമ്പോസിബിൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവനത് സക്സസ്ഫുള്ളായി ചെയ്ത് തീർക്കുകയാണെങ്കിൽ അവന് തിരിച്ച് നാട്ടിലേക്ക് പോകാനും അവൻ്റെ പേരിലുള്ള കേസെല്ലാം ഒതുക്കി തീർത്ത് അവൻ്റെ കുട്ടികളുമായി ഒരുമിച്ച് ജീവിക്കാൻ സഹായിക്കുമെന്ന് അയാൾ ഉറപ്പ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഈ അസൈൻമെന്റ് ഏറ്റെടുക്കാൻ നിർബന്ധിതരാവുകയാണ്. കാരണം അവൻ എങ്ങനെയെങ്കിലും കുട്ടികളുടെ അടുത്തെത്തണമെന്നായിരുന്നു ലക്ഷ്യം. അവരുടെ മിഷൻ എന്തെന്നാൽ സൈറ്റോയുടെ ഒരേ ഒരു കോമ്പറ്റീറ്ററായ മോറിസ് ഫിഷർ ഇപ്പോൾ മരണക്കിടക്കയിലാണ്. അദ്ദേഹത്തിനൊരു മകനുണ്ട്, റോബർട്ട് ഫിഷർ. സോ അവൻ്റെ മൈൻഡിൽ ഒരു ഐഡിയ പ്ലാൻ ചെയ്യണം. അവൻ്റെ അച്ഛൻ്റെ കമ്പനി അവൻ ഏറ്റെടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ സൈറ്റോയുടെ കമ്പനി മാത്രമായിരിക്കും പിന്നീട് ആ ഇൻഡസ്ട്രി ഭരിക്കാനുള്ളത്. ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫിഷറിന് അവൻ്റെ തന്നെ മൈൻഡിൽ തോന്നിയതാണെന്ന് വരുത്തി തീർക്കണമെങ്കിൽ ഫിഷറിൻ്റെ സബ് കോൺഷ്യസിലെ ഡീപ്പർ ലെയറിലേക്ക് പോയി ഇൻസെപ്ഷൻ ചെയ്യണം. അതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ അവൻ്റെ മൈൻഡിൽ പതിയണം. അതിനുവേണ്ടി ഫിഷറിൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും റിലേഷൻഷിപ്പ് വെച്ച് അവിടെ ഇമോഷനും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു പ്ലാൻ ആണ് അവർ സെറ്റ് ചെയ്യുന്നത്. ഇതിനായി 3 ഡ്രീം ലെയേഴ്സ് ആണ് വരുന്നത്. ഡ്രീം വിത്തിൻ എ ഡ്രീം വിത്തിൻ എ ഡ്രീം. അങ്ങനെ അവർ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഫസ്റ്റ് ലെയറിൽ അവർ യൂസഫിൻ്റെ ഡ്രീമിലേക്കാണ് പോകുന്നത്. ഇവിടെ ഫിഷറിനെ അവർ കിഡ്നാപ്പ് ചെയ്യാണ്. പക്ഷേ ആ ഡ്രീമിൽ പെട്ടെന്ന് കുറേ പേർ ഗണ്ണുമായി വന്ന് ഫിഷറിനെ രക്ഷിക്കാൻ നോക്കുന്നു. അത് ആക്ച്വലി ഫിഷറിൻ്റെ തന്നെ പ്രൊജക്ഷൻസ് ആയിരുന്നു. ഇവിടെയാണ് അവർക്ക് ഒരു അബദ്ധം പറ്റുന്നത്. ഫിഷർ ഇങ്ങനെയുള്ള എക്സ്ട്രാക്ഷനിൽ നിന്നും രക്ഷ നേടാൻ ഓൾറെഡി ട്രെയിനിങ് എടുത്ത ഒരാളായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയപ്പോൾ ഏതറിന് ഇത് കണ്ടെത്താനായില്ല. ഇപ്പോൾ അവരുടെ ഈ പ്ലാൻ കൂടുതൽ ഡിഫിക്കൽട്ടായി മാറി. ഗൺ ഫൈറ്റിൻ്റെ ഇടയിൽ സൈറ്റോയ്ക്ക് വെടിയുമേറ്റു. എങ്ങനെയൊക്കെയോ അതെല്ലാം തരണം ചെയ്ത് അവർ ഡ്രീമിൻ്റെ സെക്കൻഡ് ലെയറിലേക്ക് കടക്കുന്നു. ഇവിടെ അവർ ഏതൻ്റെ ഡ്രീമിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഡ്രീമിലെ ഗൺ ഫൈറ്റ് ഇഷ്യൂസ് എല്ലാം ഈ ലെയറിലും അവർക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ലെയറിൽ അവർ ഫിഷറിൻ്റെ ട്രസ്റ്റ് ഗെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന റൊട്ടേറ്റിംഗ് ഹോൾവേ ഫൈറ്റ് സീൻസ് എല്ലാം റിയൽ പ്രാക്ടിക്കൽ എഫേർട്സ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മാക്സിമം CGI കുറച്ച് കൂടുതലും നാച്ചുറൽ ഫീൽ വരണമെന്ന് നോളനുണ്ടായിരുന്നു. അങ്ങനെ ഫിഷറിൻ്റെ ട്രസ്റ്റ് ഗെയിൻ ചെയ്ത് അവർ തേർഡ് ഡ്രീം ലെയറിലേക്ക് കടക്കുന്നു. ഇതിൽ ഈംസിൻ്റെ ഡ്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ നല്ല ഡീപ്പസ്റ്റ് പാർട്ടിലെത്തിയിരിക്കുന്നു. എന്നാൽ ഒരു പ്രശ്നം എന്തെന്നാൽ ഫിഷറിൻ്റെ മൈൻഡിലേക്ക് കൂടുതൽ ഡീപ്പർ പോകുന്നതിനനുസരിച്ച് അവിടെ കോബിൻ്റെയും ഡീപ്പർ സബ് കോൺഷ്യസിലേക്ക് അവർ എത്തുന്നുണ്ട്. അവിടെയാണെങ്കിൽ മാൾ ഉണ്ടല്ലോ, അവൾ വന്ന് അവരുടെ പ്ലാൻ നശിപ്പിക്കുകയും ചെയ്തു. മോൾ വന്ന് ഫിഷറിനെ ഷൂട്ട് ചെയ്ത് ലിംബോയിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇൻസെപ്ഷൻ ചെയ്യാൻ അവർ പവർഫുൾ ആയിട്ടുള്ള സെഡേഷനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ ഡ്രീമിൽ മരിച്ചാൽ റിയാലിറ്റിയിലേക്ക് എത്തുന്നത് പോലെ ഇവിടെ നടക്കില്ല. കാരണം അവർ നല്ല ഡീപ്പർ സബ് കോൺഷ്യസിലാണുള്ളത്. അപ്പോൾ ഡ്രീമിൽ മരിക്കുമ്പോൾ നേരെ ലിംബോയിലാണ് എത്തുക. സോ ഈ പ്ലാൻ ഫെയിൽ ആയാൽ അവർക്ക് ആർക്കും തന്നെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഫിഷർ മരണപ്പെട്ട് ലിംബോയിൽ എത്തിയത് കൊണ്ട് തന്നെ അവരുടെ പ്ലാൻ ഫെയിൽ ആയതായി അവർ കാണിക്കുന്നു. പക്ഷേ അരിയാഡ്നെ അതിനുള്ളൊരു സൊല്യൂഷനായി എത്തുകയാണ്. കൂടുതൽ ഡ്രീം ലെയേഴ്സിലേക്ക് പോകുന്നതിനനുസരിച്ച് ടൈം ഡൈലേഷൻ വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിംബോയിലാണ് ഏറ്റവും കൂടുതൽ സ്ലോ ആയിട്ട് ടൈം പോകുന്നതും. സോ ഫിഷറിനെ ലിംബോയിൽ പോയി തിരിച്ചു കൊണ്ടുവരാനുള്ള സമയമുണ്ടെന്ന് അരിയാഡ്നെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കോബും അരിയാഡ്നെയും ലിംബോയിലേക്ക് പോകുന്നു. ഫിഷർ ഇപ്പോൾ മാലിൻ്റെ കസ്റ്റഡിയിലാണ്. അവൾ ലിംബോയിൽ എവിടെ ഉണ്ടാകുമെന്ന് കോബിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ ഫിഷറിനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് കോബ് അവൻ്റെ സബ് കോൺഷ്യസ് പ്രൊജക്ഷനായ മാലുമായി നേരിടുകയാണ്.
അവൻ്റെ ഉള്ളിലുള്ള ഗിൽട്ടും അവളോടുള്ള ഇഷ്ടമെല്ലാം അവൻ അവളോട് പറഞ്ഞു തീർക്കുന്നു. അങ്ങനെ അരിയാഡ്നെ ഫിഷറുമായി 3rd ലെയറിലേക്ക് തിരിച്ചെത്തുന്നു. ഇതേ സമയം നമ്മുടെ സൈറ്റോ മരണപ്പെട്ട് ലിംബോയിൽ എത്തുന്നുണ്ട്. അപ്പോൾ കോബ് അയാളെ കൂടെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് ലിംബോയിൽ തന്നെ നിൽക്കുന്നു. ഇപ്പോൾ 3rd ലെയറിൽ അവരുടെ പ്ലാനിൻ്റെ ലാസ്റ്റ് പാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഷറും അവൻ്റെ അച്ഛനുമായുള്ള ലാസ്റ്റ് കോൺവെർസേഷൻ അവർ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് അവൻ്റെ മൈൻഡിൽ ഈ ഐഡിയ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അവർ ഈ മിഷൻ സക്സസ്ഫുൾ ആക്കുന്നു. അവർ സെറ്റ് ചെയ്ത കിക്ക് വർക്ക് ആവുകയും അവരൊക്കെ തിരിച്ച് റിയാലിറ്റിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇനി കോബും സൈറ്റോയുമാണ് തിരിച്ച് റിയാലിറ്റിയിലേക്ക് വരാനുള്ളത്. സൈറ്റോയെ കണ്ടെത്തിയാലേ കോബിന് കൊടുത്ത ഓഫർ നടപ്പാക്കാൻ പറ്റുകയുള്ളൂ. സൈറ്റോ അപ്പോഴേക്കും വയസ്സനായി കഴിഞ്ഞിരുന്നു. ലിംബോയിൽ അത്രയും വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ കോബ് സൈറ്റോയെ കണ്ടെത്തുന്നു, തിരിച്ച് റിയാലിറ്റിയിലേക്ക് വരാൻ കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ അവർ റിയാലിറ്റിയിൽ എത്തുന്നു. സൈറ്റോ നോർമലിയുള്ള ഏജ് ആവുകയും അവന് കൊടുത്ത വാക്ക് പാലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കോബ് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അവൻ്റെ കുട്ടികളുമായി ഒന്നിക്കുന്നു. ഇവിടെ ലാസ്റ്റ് സീനായി കാണിക്കുന്നത് റിയാലിറ്റിയിൽ എത്തിയാൽ ചെക്ക് ചെയ്യുന്നത് പോലെ കോബ് ടോട്ടം വെച്ച് ചെക്ക് ചെയ്യുന്നു. ടോട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നോളൻ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുകയാണ്. ആ ടോട്ടം തിരിഞ്ഞ് നോർമലിയുള്ള പോലെ വീണാലല്ലേ നമുക്ക് റിയാലിറ്റി ആണെന്ന് കൺഫേം ആവൂ. പക്ഷെ നോളൻ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിക്കാതെ കഥ അവിടെ അവസാനിപ്പിച്ചു. അത് നോളൻ്റെ ഒരു ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നത് കോബ് തിരിച്ച് റിയാലിറ്റിയിൽ എത്തി എന്ന് തന്നെയാണ്. കാരണം സീൻ കട്ടാക്കുന്നതിന് തൊട്ട് മുൻപ് ആ ടോട്ടം നിൽക്കാൻ ചാൻസ് ഉള്ളതായി ഒരു ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡ്രീംസിൽ കുട്ടികൾ എപ്പോഴും തിരിഞ്ഞു നിന്നിട്ടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സീനിൽ കുട്ടികൾ കോബിനെ കണ്ട് സന്തോഷത്തോടെ വരുന്നതായി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കോബ് റിയാലിറ്റിയിൽ എത്തിയോ?